നമസ്കാരം, മെറിറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ബാക്കിയുള്ള പാഠഭാഗങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ പോർഷൻ, ഈ പടമൊക്കെ വരച്ചു വെച്ചിരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, എങ്ങനെയാണ് ഇമ്പൾസസിന്റെ ജനറേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ആവേഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ആവേഗങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ബ്രെയിനിലേക്ക് എത്തിച്ചേരുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്നത്, അതിനു മുന്നേ പറയട്ടെ, എന്താണ് ഇമ്പൾസ് എന്നൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ ന്യൂറോണുകളിൽ കൂടി കണ്ടക്ട് ചെയ്യുന്ന മെസ്സേജസിനെയാണ്, ന്യൂറോണുകളിലൂടെ പോകുന്ന സന്ദേശങ്ങളെയാണ് നമ്മൾ ഇമ്പൾസസ് എന്ന് വിളിക്കുന്നത്. ഇമ്പൾസസ് എപ്പോഴും എന്താണ്, ഇലക്ട്രിക് ചാർജിന്റെ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇത്രയൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യമാണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ബോഡി പാർട്സിൽ എങ്ങനെയാണ് ഒരു ഇമ്പൾസ് ഉണ്ടാവുന്നത്, ഈ ഇമ്പൾസ് എങ്ങനെയാണ് ബ്രെയിനിലേക്ക് എത്തിച്ചേരുന്നത്, ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 ഫിഗർ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യാത്ത അവസരത്തിലുള്ളതാണ് ഈ ഫിഗർ എന്ന് പറയുന്നത്. ഇത് ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ന്യൂറോണിന് ഉണ്ടാകുന്ന മാറ്റം എന്നാണ് 2ാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യം നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. സ്റ്റിമുലൈ അല്ലെങ്കിൽ ഉദ്ദീപനം. എന്താണ് ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ശരീരത്തിൽ പ്രതികരണം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഏതൊരു കാര്യത്തിനെയും നമുക്ക് എന്ത് വിളിക്കാം, സ്റ്റിമുലൈ അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് വിളിക്കാം. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിൽ എന്താണ്, സ്റ്റിമുലൈ ഒന്നും ഉണ്ടാകുന്നില്ല, അതായത് നമ്മൾ എന്താണ് ഒരു സ്റ്റിമുലൈസിനെയും റിസീവ് ചെയ്യുന്നില്ല, ഒരു ചേഞ്ചും ഉണ്ടാകാതിരിക്കുന്ന അവസരത്തിലാണ് നമ്മുടെ ന്യൂറോൺസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് പ്ലാസ്മ സ്ഥലത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും പ്ലാസ്മ സ്ഥലത്തിനകത്ത് നെഗറ്റീവ് ചാർജ് ആയിട്ടുമായിരിക്കും ഇരിക്കുന്നത്. സ്റ്റിമുലേറ്റഡ് അല്ലാത്ത അവസരത്തിൽ, ഉദ്ദീപിക്കപ്പെടാത്ത അവസ്ഥയിൽ പ്ലാസ്മ സ്ഥലത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും പ്ലാസ്മ സ്ഥലത്തിന് അകത്ത് നെഗറ്റീവ് ചാർജുമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ എല്ലാം നോക്കൂ, എല്ലായിടും എന്താണ്, പുറത്ത് പ്ലാസ്മ സ്ഥലത്തിന് പുറത്ത് എന്താണ്, പോസിറ്റീവ് ചാർജാണ്, പ്ലാസ്മ സ്ഥലത്തിനകത്ത് നെഗറ്റീവ് ചാർജുമാണ്. ഇനി നോക്കൂ 2ാമത്തെ ഫിഗറിൽ. അപ്പൊ ഇത്രയും പോർഷനിൽ എന്താണ്, സ്റ്റിമുലസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ എന്താണ്, എന്തോ ഒരു സ്റ്റിമുലേറ്റഡ് ആയി, ഇവിടെ എന്തോ ഒരു സ്റ്റിമുലേഷൻ വന്നു, അല്ലെങ്കിൽ എന്തോ ഒരു കാരണത്താൽ ഇവിടെ ഉദ്ദീപിക്കപ്പെട്ടു. ഇങ്ങനെ ഉദ്ദീപിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തെന്ന് അറിയാമോ, ഈ പ്ലാസ്മ സ്ഥലത്തിന് പുറത്തുള്ള, നേരത്തെ നമ്മൾ പോസിറ്റീവ് ചാർജാണ് കണ്ടത്, ഉദ്ദീപിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. ഉദ്ദീപിക്കപ്പെട്ട അവസരത്തിൽ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് ആയ അവസരത്തിൽ നമ്മുടെ എന്താണ്, ന്യൂറോണിന്റെ പ്ലാസ്മ സ്ഥലത്തിന് പുറത്തും അകത്തുമുള്ള ചാർജസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമായിട്ട് നിലനിൽക്കുന്നത്. അതായത് ഈ പൊളാരിറ്റിയിൽ ഉണ്ടാകുന്ന ചില അയോണുകളുടെ ഡിസ്ട്രിബ്യൂഷനിൽ, വിതരണത്തിൽ ഉണ്ടാവുന്ന എന്താണ് കാരണങ്ങൾ മൂലമാണ് ഈ പോസിറ്റീവ് ചാർജായിട്ട് നെഗറ്റീവ് ചാർജും ആയിട്ട് നിൽക്കുന്നത്. ചില അയോണുകളുടെ വ്യത്യാസം മൂലമാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ഉദ്ദീപിക്കപ്പെടുന്നത്. ഇങ്ങനെ ഉദ്ദീപിക്കപ്പെടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, പ്ലാസ്മ സ്ഥലത്തിന് പുറത്ത് നെഗറ്റീവ് ചാർജും ആകുന്നു, പ്ലാസ്മ സ്ഥലത്തിന് അകത്ത് പോസിറ്റീവ് ചാർജും ആകുന്നു, അതായത് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഈ ചേഞ്ച് എന്ന് പറയുന്നത്, അതായത് ഈ പൊളാരിറ്റി ചേഞ്ച് അല്ലെങ്കിൽ ഈ ചാർജ് വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ, സെക്കൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സെക്കൻഡിൽ ഒരു അംശം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ സ്ഥലത്ത് നിൽക്കുന്നുള്ളൂ. ഇതെന്ത് ചെയ്യുന്ന അറിയാമോ, ഇങ്ങനെ ഈ ചാർജ് വ്യത്യാസം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ തൊട്ടടുത്ത അയോണുകളും എന്ത് ചെയ്യും, ഈ ചാർജ് വ്യത്യാസം ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് മാറും. ഇവിടെ ചേഞ്ച് ഉണ്ടായി, അപ്പൊ എന്താണ്, തൊട്ടടുത്തുള്ള ഈ പോർഷനും എന്താണ്, ഈ പെട്ടെന്ന് എന്താണ്, ഈ ചാർജ് വ്യത്യാസം വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, ഈ നെഗറ്റീവ് ചാർജ്, ഇത്രയും പോർഷനിൽ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് മാറിയ ഈ പൊളാരിറ്റി ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, അടുത്ത അയോണുകളിലേക്ക് കൈമാറ്റം ചെയ്യും, അതായത് തൊട്ടടുത്ത പോർഷനിലേക്ക് കൈമാറ്റം ചെയ്യും. ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ എന്താണ്, ഇത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും.
അതായത് പ്ലാസ്മ സ്ഥലത്തിന് വെളിയിൽ പോസിറ്റീവ് ചാർജും ആകും, പ്ലാസ്മ സ്ഥലത്തിന് അകത്ത് നെഗറ്റീവ് ചാർജും ആകും. പക്ഷെ അതിന്റെ തൊട്ടടുത്തുള്ള പോർഷനിൽ ചാർജ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പൊളാരിറ്റി ചേഞ്ച് നടക്കും. ഇങ്ങനെ എന്താണ് ഇവിടെ എന്താണ് പൊളാരിറ്റി ചേഞ്ച് നടന്നു, എന്നിട്ട് എന്ത് ചെയ്യും, ഇത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരും. ഇവിടേക്ക് എന്താണ് വീണ്ടും എന്താണ് ഈ ചാർജ് എക്സ്ചേഞ്ച് നടക്കും. അങ്ങനെ എന്താണ് അങ്ങോട്ടും കൈമാറിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ന്യൂറോണിൽ നിന്ന് ഇമ്പൾസ് എവിടേക്ക് എത്തുന്നത്, ബ്രെയിനിലേക്ക് എത്തുന്നത്. ബ്രെയിനിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ബ്രെയിനിന്റെ ഇപ്പൊ നമുക്ക് ഒരു കാഴ്ച കാണണം, അല്ലെങ്കിൽ നമ്മളൊരു കൊതുക് കടിക്കുകയാണ്, അങ്ങനെ എന്താണ് നമ്മൾ കൊതുക് കടിച്ചു എന്നുള്ള സ്റ്റിമുലസ് എന്താണ് നമ്മുടെ ബ്രെയിനിലേക്ക് പോയി എന്താണ് അതിനു വേണ്ടിയിട്ടുള്ള റെസ്പോൺസ് നമ്മുടെ ബ്രെയിൻ തരികയാണ് ചെയ്യുന്നത്. കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഒന്നും കൂടെ പറയാം, ഒരു കാര്യവുമില്ല. എന്താണ് നമ്മുടെ ന്യൂറോണിലെ എന്താണ് ചില അയോണുകളുടെ ഡിസ്ട്രിബ്യൂഷനിലുള്ള വ്യത്യാസം മൂലം പ്ലാസ്മ സ്ഥലത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും പ്ലാസ്മ സ്ഥലത്തിന് അകത്ത് നെഗറ്റീവ് ചാർജുമായിട്ടാണ് എപ്പോഴും നിലനിൽക്കുക. അപ്പൊ എന്താണ് ഇത് ഉദ്ദീപിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് ആവുന്ന അവസരത്തിൽ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു വേദന തോന്നുകയോ അങ്ങനെ അതും അല്ലെങ്കിൽ എന്താണ് ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ സ്റ്റിമുലേറ്റഡ് ആയി. അങ്ങനെ സ്റ്റിമുലേറ്റഡ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഉദ്ദീപിക്കപ്പെടുന്ന അവസരത്തിൽ എന്താണ് നമ്മുടെ ഈ പ്ലാസ്മ സ്ഥലത്തിന് പുറത്തും അകത്തും എന്താണ് നമ്മുടെ ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. നേരത്തെ പ്ലാസ്മ സ്ഥലത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും ആയിരുന്നു എങ്കിൽ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ എന്താണ് ഇത് നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാവും. പ്ലാസ്മ സ്ഥലത്തിന് വെളിയിൽ നെഗറ്റീവ് ചാർജ് ആവും, പ്ലാസ്മ സ്ഥലത്തിന് അകത്ത് പോസിറ്റീവ് ചാർജും ആകും. പക്ഷെ എന്താണ് ഇത് ഈ അവസ്ഥയിൽ തന്നെ ഈ പോർഷനിൽ തന്നെ തുടരത്തില്ല. തൊട്ടടുത്തുള്ള പോർഷനിലേക്ക് എന്ത് ചെയ്യും, ഈ ചാർജ് വ്യത്യാസം കൈമാറ്റം ചെയ്യപ്പെടും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ ആദ്യത്തെ പോർഷൻ പഴയ രീതിയിലേക്ക് മടങ്ങി വരും. ഇതെല്ലാം എന്താണ് ഈ സെക്കൻഡിൽ ഒരു അംശം സമയം കൊണ്ടാണ് നടക്കുന്നത്. ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് എന്താണ് ഇത് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് പോയി എന്താണ് നമ്മുടെ ബ്രെയിനിലേക്ക് ഇമ്പൾസസിനെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സിനാപ്സ്. ഓക്കെ, എന്താണ് സിനാപ്സ്? നമ്മൾ നേരത്തെ ന്യൂറോണിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ നാഡീകോശത്തിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ് എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബും മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റുമായിട്ടാണ് കണക്ഷൻ വരുന്നത്. ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബും മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റും തമ്മിലാണ് കണക്ഷൻ വരുന്നത്. അപ്പൊ ഇങ്ങനെ കണക്ഷൻ വരുന്ന സമയത്ത് എന്താണ് ഇവ തമ്മിൽ ഒരു ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് കാണും. നമുക്ക് തോന്നും ഇത് വളരെ എന്താണ് അടുത്തിരിക്കുകയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ എന്താണ് ഇതിന്റെ ഇടയ്ക്ക് ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. നമ്മള് ഈ രണ്ടും കൂടി വന്ന് ചേരുന്ന സ്ഥലം ഉണ്ടല്ലോ, അതായത് നമ്മുടെ സിനാപ്റ്റിക് നോബും ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബും മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റുമായിട്ട് വന്ന് ചേരുന്ന ആ ഒരു പോർഷനെ നമ്മൾ എന്ത് വിളിക്കുമെന്ന് അറിയാമോ? നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കും. ഓക്കെ, സിനാപ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ജംഗ്ഷൻ ആണ്. സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ two neurons or a neuron or a muscle cell or a neuron and a glandular cell. എന്ത് വേണമെങ്കിലും ആവാം. രണ്ട് ന്യൂറോണുകൾ തമ്മിലോ ഒരു ന്യൂറോണും ഒരു പേശീകോശവും തമ്മിലോ അല്ലെങ്കിൽ എന്താണ് ഒരു ന്യൂറോണും ഒരു ഗ്രന്ഥികോശവും തമ്മിലോ ചേരുന്ന ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിനാപ്സ് എന്ന് വിളിക്കുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് എന്താണ് സിനാപ്സ്. എന്താണ് സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനാപ്സ് ഇസ് എ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ടും കൂടി ചേരുന്ന ഒരു ജംഗ്ഷൻ ആണ്. ഒന്നുകിൽ രണ്ട് ന്യൂറോണുകൾ തമ്മിൽ, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു പേശീകോശവും ഒരു ന്യൂറോണും ഒരു മസിൽ സെല്ലും തമ്മിൽ, അതുമല്ലെങ്കിൽ എന്താണ് ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലാർ സെല്ലും തമ്മിൽ, ഗ്രന്ഥികോശവും. അപ്പോൾ ഒരു ന്യൂറോൺ അവിടെ മസ്റ്റ് ആണ്. ഓക്കെ, ഒന്നുകിൽ രണ്ട് ന്യൂറോണുകൾ തമ്മിൽ, അല്ലെങ്കിൽ എന്താണ് ഒരു ന്യൂറോണും ഒരു പേശീകോശവും തമ്മിൽ, അതുമല്ലെങ്കിൽ എന്താണ് ഒരു ന്യൂറോണും ഒരു ഗ്രന്ഥികോശവും തമ്മിൽ ചേരുന്ന ജംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സിനാപ്സ്.
ഓക്കെ, സിനാപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ജംഗ്ഷൻ ആണ്. രണ്ട് ന്യൂറോണുകൾ തമ്മിലോ ഒരു ന്യൂറോണും ഒരു പേശീകോശവും തമ്മിലോ, അതുമല്ലെങ്കിൽ എന്താണ്, ഒരു ന്യൂറോണും ഒരു ഗ്രന്ഥികോശവും തമ്മിലോ ചേരുന്ന ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിനാപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, നേരത്തെ നമ്മുടെ ഈ രണ്ട് ന്യൂറോണുകൾ തമ്മിൽ അല്ലെങ്കിൽ നാഡീകോശങ്ങൾ ചേരുന്നിടത്ത് ഒരു ചെറിയ വിടവുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ സിനാപ്റ്റിക് വിടവ് എന്നൊക്കെ പറയും, സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. എന്നിട്ട് നമ്മുടെ ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റിനുള്ളിലേക്ക്, അതായത് നമ്മൾ ഇപ്പോൾ ഒരു ന്യൂറോൺ എന്താണ്, ഇങ്ങനെ ആവേഗങ്ങളെ വഹിച്ചുകൊണ്ട് വരികയാണ്, സ്റ്റിമുലസിനെ ഒക്കെ വഹിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് എന്താണ്, അടുത്ത ന്യൂറോണിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റില്ലേ, ഈ ക്ലെഫ്റ്റ് അല്ലെങ്കിൽ ഈ വിടവ് കടന്നു കിട്ടണം. അപ്പോഴത്തേക്ക് എന്താണെന്ന് അറിയാമോ, ഇവർ തമ്മിൽ ഒരു കണക്ഷന് വേണ്ടി സഹായിക്കുന്ന ഒരു കെമിക്കലുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂറോ ട്രാൻസ്മിറ്റർ. അതായത് ചെറിയൊരു വിടവുണ്ട്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് ഒരു കെമിക്കൽ വന്നിട്ട് എന്താണ്, ഇവിടുന്ന് ആവേഗം വരുന്നുണ്ട് എന്നുള്ള ഒരു സന്ദേശം കൊടുക്കും. അതിനെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ സാധാരണയായിട്ട് മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ കുറിച്ച് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡോപ്പമിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതുപോലെ തന്നെ എന്താണ്, അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററും. ഈ രണ്ട് എക്സാമ്പിളുകളാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സിനാപ്റ്റിക് ക്ലെഫ്റ്റിനുള്ളിലേക്ക് അല്ലെങ്കിൽ എന്താണ്, സിനാപ്റ്റിക് വിടവിനുള്ളിലേക്ക് എന്താണ്, നാഡീയ പ്രേക്ഷകങ്ങളെ കടത്തിവിട്ടാൽ മാത്രമേ, അല്ലെങ്കിൽ എന്താണ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കടത്തിവിട്ടാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് സന്ദേശങ്ങൾ എത്തിച്ചേരുകയുള്ളൂ. അവയാണ് നമ്മൾ നാഡീയ പ്രേക്ഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞു, അസറ്റൈൽ കൊളൈനും അതുപോലെ തന്നെ ഡോപ്പമിനും. ഓക്കെ.